തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങി ഇടതുമുന്നണി. നാളെ നിർണായക LDF യോഗം ചേരും. CPIM-ന്റെ ഗൃഹസന്ദർശന പരിപാടി അടുത്തയാഴ്ച തുടങ്ങും. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന പാളയത്തെ സത്യഗ്രഹ സമരം തിങ്കളാഴ്ച നടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവി മറികടക്കാൻ സർവ്വമേഖലയും സ്പർശിക്കുന്ന പ്രചാരണത്തിനാണ് ഇടതുമുന്നണി തുടക്കമിടുന്നത്. തോറ്റതിന്റെ കാരണം തേടിയുള്ള ഗൃഹസന്ദർശനമാണ് CPIM അടുത്ത വ്യാഴാഴ്ച തുടങ്ങുക. എല്ലാ വീടുകളിലും കയറിയാണ് പ്രചാരണം. ജനങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കും. പാർട്ടിയിൽ നിന്നകന്ന വോട്ടുകൾ തിരിച്ചുപിടിക്കുകയാണ് ലക്ഷ്യം. വീടുകൾ കയറിയുള്ള പ്രചാരണത്തിന് ജനുവരി 15-ന് CPIM തുടക്കമിടും. നാളെ ചേരുന്ന ഇടതുമുന്നണി യോഗം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എങ്ങനെ വിലയിരുത്തുമെന്നുള്ളതാണ് പ്രധാനം. ഭരണവിരുദ്ധ വികാരമില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള കാര്യമായി തിരിച്ചടിയായില്ലെന്നും CPIM വിലയിരുത്തുമ്പോൾ വിരുദ്ധാഭിപ്രായമാണ് CPIക്ക്. കുറ്റങ്ങൾ നിരത്തി വിവാദങ്ങൾ സൃഷ്ടിക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുക എന്ന തീരുമാനത്തിലേക്ക് മുന്നണി കടക്കാനാണ് സാധ്യത. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹ സമരമാണ് ഇനിയുള്ളത്. ഞായറാഴ്ച പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സമരം. 3 മേഖലകളായി തിരിച്ച് MV ഗോവിന്ദനും ബിനോയ് വിശ്വവും ജോസ് കെ മാണിയും നടത്തുന്ന ഇടതുമുന്നണി ജാഥയും ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കും. ജനുവരി 15-ന് കേന്ദ്ര സർക്കാരിനെതിരെ രാജ്ഭവനിലേക്കും LDF പ്രക്ഷോഭമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ശേഷിക്കെ നഷ്ടപ്പെട്ട ജനകീയ അടിത്തറ തിരിച്ചുപിടിക്കുക എന്നതാണ് ഇടതുമുന്നണിയുടെയും CPIM-ന്റെയും ലക്ഷ്യം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.